അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് ചാനലുകളും നെറ്റുകളും തുറന്നു നോക്കിയപ്പോൾ കാണാൻ സാധിച്ചത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനിക്കും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെയും അതുപോലെ തന്നെ ആബിദ് ഹുസൈൻ തങ്ങളെയും കുവൈത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. കുവൈത്തിലേക്ക് കൊണ്ടുപോയത് കുവൈത്തിലുള്ള KMCC-യുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടിക്കൊണ്ടും അവിടെ കമ്മിറ്റിയെ പുതുക്കി പണിയെടുക്കാൻ വേണ്ടിക്കൊണ്ടുമൊക്കെയാണ് കൊണ്ടുപോയത്. പക്ഷേ അവിടെ കൊണ്ടുപോയി യോഗം നടക്കുന്നതിന്റെ ഇടയിൽ KMCC പ്രവർത്തകർ എണീറ്റുകൊണ്ട് സംസ്ഥാന നേതാക്കന്മാരെ കയ്യേറ്റം ചെയ്തു. വളരെ മോശമായൊരു പരിപാടിയാണ് ചെയ്തത്. വളരെ മോശമായ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ഇനി എന്താണ് മോശമുള്ളത്? അണികൾ നേതൃത്വത്തിനെ കയ്യേറ്റം ചെയ്ത് അത് തന്നെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയി കുവൈത്തിലെത്തി കുവൈത്തിൽ നിന്ന് കൈകാര്യം ചെയ്ത് അന്ന് രാത്രിക്ക് രാത്രി തന്നെ ഫ്ലൈറ്റിൽ കയറ്റി വിടുക എന്നൊക്കെ പറഞ്ഞാൽ ഇത്തരം മോശം ഇനി നടക്കാനില്ല. ഇത്തരം മോശം ഇനി നടക്കാനില്ല. അത്തരം ഒരു മോശമാണ് മുസ്ലിം ലീഗിന്റെ അണികൾ ചെയ്തത് എന്നുള്ളത് നാം ഒന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ എന്താണെന്നറിയോ? ഇതിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നിങ്ങളുടെ അണികളെ നിലക്ക് നിർത്തണം. ഇന്ന് വരെ അണികൾ, മുസ്ലിം ലീഗിന്റെ അണികൾ ഈ കേരളക്കരയിൽ കാട്ടിക്കൂട്ടിയ പേക്കൂത്ത്, തമ്മാടിത്തരം, അറുകൊല ചെയ്തത്, തല്ലും കുത്തും നടത്തിയത്, ഇതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്, എടാ അതൊന്നും പാടില്ല കേട്ടോ, നിങ്ങളത് ചെയ്യരുത് കേട്ടോ എന്ന് ഏതെങ്കിലും ഒരു സദസ്സിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു സംസ്ഥാന പ്രസിഡന്റ് അടക്കം സംസ്ഥാന നേതാക്കന്മാരടക്കം ആരെങ്കിലും ഒരാൾ ഉരുവിട്ടിരുന്നോ? ഒരാളെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നേതൃത്വം മുസ്ലിം ലീഗിന്റെ അണികളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്? നിങ്ങൾക്കറിയില്ലേ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് എന്തേ നിങ്ങളെ ചെയ്തത്? നിങ്ങൾക്ക് എതിരായിട്ട് മത്സരിക്കാൻ വേണ്ടിക്കൊണ്ട് പ്രത്യേക ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയോ? അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കണമെന്ന് പരസ്യമായി പ്രഖ്യാപനം നടത്തിയോ? എന്തേ ചെയ്തത്? ആ കാന്തപുരം ഉസ്താദിന്റെ കോലം, ഖലീലുൽ ബുഖാരി തങ്ങളുടെ കോലം, കൂറ്റമ്പാറ ഉസ്താദിന്റെ കോലം, മൗലാന പേരോട് ഉസ്താദിന്റെ കോലം, അതുപോലെ തന്നെ പൊന്മള ഉസ്താദിന്റെ കോലം നിങ്ങൾ കത്തിച്ചില്ലേ? അത് നിങ്ങളുടെ അണികളല്ലേ, മുസ്ലിം ലീഗിന്റെ പേരുള്ള ആളുകളല്ലേ ചെയ്തത്? കാന്തപുരം ഉസ്താദിനെ എന്തേ വിളിച്ചത്? പേരോട് ഉസ്താദിനെ എന്താ മുദ്രാവാക്യം വിളിച്ചത്? എന്തൊക്കെ അനാവശ്യങ്ങളാ വിളിച്ചത്? പേരോട് ഉസ്താദിനെ ഞാൻ ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്തെല്ലാം അനാവശ്യങ്ങൾ വിളിച്ചു. നേതൃത്വത്തിലുള്ള പണ്ഡിതന്മാരെ മുഴുവനും അനാവശ്യങ്ങൾ വിളിച്ചു. തുള്ളി തോന്നിയ പ്രസംഗങ്ങൾ നടത്തി. മാത്രമല്ല മൗലൂദ് വരെ നിങ്ങൾ കളങ്കം ചെയ്തില്ലേ? പിണറായി കൽബ് പിണറായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള മൗലൂദ്, അതുപോലെ തന്നെ അബ്ദുൽ നാസർ മഅദനിയെ പോലത്തെ എല്ലാ ആളുകളെയും ചേർത്തുകൊണ്ട് നിങ്ങൾ 2-3-4 ആളുകൾ ഉണ്ടായിട്ട് കൂടിയിരുന്ന് മൗലൂദിനെ കളിയാക്കുന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്തില്ലേ? ഇതൊക്കെ നിങ്ങൾ കാട്ടിയതല്ലേ? ഇതൊരു CPM-കാരനാണോ, ഒരു കോൺഗ്രസ്സുകാരനാണോ, ഒരു BJP-കാരനാണോ ചെയ്തത്? അല്ല, മുസ്ലിമിന്റെ പേരുള്ള സമുദായ പാർട്ടി എന്ന് എല്ലാ സമയത്തും വിളിച്ചോതുന്ന ഈ പാർട്ടിക്കാരല്ലേ ചെയ്തത്? എന്നിട്ട് ആ മൗലൂദ് എന്നുള്ള നിരക്ക് നിങ്ങൾ പുറത്തിറക്കിയപ്പോ ഒരൊറ്റ നേതാവ്, സംസ്ഥാന നേതാവ് സയ്യിദന്മാരാണല്ലോ, ഒരൊറ്റ നേതാക്കന്മാർ ആരെങ്കിലും പറഞ്ഞോ എടാ ഈ ചെയ്തത് ശരിയല്ല കേട്ടോ എന്നുള്ളത്? ഇതുവരെ കേട്ടിട്ടില്ല. അതല്ലെങ്കിൽ അനാവശ്യ വാക്കുകൾ വിളിച്ചത് ശരിയല്ല എന്നുള്ളത് ഇതുവരെ കേട്ടിട്ടില്ല. കാന്തപുരം ഉസ്താദിന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന രൂപത്തിൽ കൊണ്ടുപോയി എന്തെല്ലാം നിങ്ങൾ ചെയ്തു? കത്തിച്ച് ചാമ്പലാക്കുന്ന രൂപങ്ങൾ വരെ നിങ്ങൾ ചെയ്തില്ലേ? ഇതിന്റെ
തിക്തഫലമാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ തിക്തഫലമാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചേളാരി സമസ്തയും അങ്ങനെ തന്നെ, അവരും അങ്ങനെ തന്നെയാണ്. അതിന്റെ രണ്ടറ്റങ്ങളാണല്ലോ. എന്നാൽ അവരും അതുപോലെ തന്നെയാണ് ചെയ്തത്. നേതൃത്വത്തിനോട് പല പള്ളികളിൽ വെച്ചുകൊണ്ട് പടിയടച്ച് പിണ്ടം വെക്കുമ്പോൾ, അതുപോലെ തന്നെ പല വിഷയങ്ങൾക്ക് വേണ്ടിക്കൊണ്ടും പല ബുദ്ധിമുട്ടുകളും കാന്തപുരം ഉസ്താദിന്റെ അണികൾക്ക് ഉണ്ടാക്കുമ്പോൾ, നിങ്ങൾ ആരെങ്കിലും ഒരൊറ്റ നേതാവ്, സമസ്തയുടെ സംസ്ഥാന നേതാക്കന്മാരിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ചെയ്യരുത്, അവരും ജീവിക്കട്ടെ, അവരും ജോലി ചെയ്യട്ടെ, അവരും തന്നെ മനുഷ്യരല്ലേ, ഏതായാലും ഉസ്താദുമാരല്ലേ എന്നുള്ള ഒരു നിലക്ക് ഒരാളെങ്കിലും പറഞ്ഞിരുന്നു. ഇന്ന് ജിഫിരി മുത്തുക്കോയ തങ്ങൾ പറയുന്നുണ്ട്. ജിഫിരി മുത്തുക്കോയ തങ്ങളുടെ പ്രഭാഷണം കേട്ട് തങ്ങൾ പറഞ്ഞൊരു പ്രഭാഷണത്തിൽ, ഞങ്ങൾ രണ്ടു കൂട്ടരും തമ്മിൽ വ്യത്യാസമുള്ളത്, ഞങ്ങൾ രണ്ടു കൂട്ടരും തമ്മിൽ തർക്കമുള്ള വിഷയത്തിലേക്ക് നിങ്ങൾ ആരും കയറണ്ട. ഞങ്ങൾ വേണ്ടി വന്നാൽ ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിൽ ഒന്ന് തന്നെയാണ്. അങ്ങനെ ആർജവത്തോടുകൂടെ പറയാൻ ഇതിന്റെ മുൻകഴിഞ്ഞ നേതാക്കന്മാർ ഒരൊറ്റൊന്നുണ്ടായിട്ടില്ല. മരണപ്പെട്ടു പോയി സകലം, ആരുണ്ടായിട്ടില്ല. ആ വിഷയം പറഞ്ഞത് മഹാനായ സയ്യിദുൽ ഉലമ ജിഫിരി മുത്തുക്കോയ തങ്ങൾ മാത്രമാണ്. അത് ആരുടെ വാക്കാണ്? സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ വാക്കാ. സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അങ്ങനെയാണ്. ഉസ്താദിന്റെ വാക്കുകളൊക്കെ അങ്ങനെയാണ്. നിങ്ങൾ ആരെന്ത് ചെയ്താലും നിങ്ങൾ ആരെയും ആക്രമിക്കരുത്, നിങ്ങൾ ആരെയും പകരം വിട്ടരുത്, നിങ്ങളൊന്നും ചെയ്തു പോകരുത്, നിങ്ങൾ ക്ഷമിക്കുക. ആ ക്ഷമക്ക് അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകും കേട്ടോ. ഇതാണ് സുൽത്താനുൽ ഉലമ ഞങ്ങളെ പഠിപ്പിച്ചത്, അണികളെ പഠിപ്പിച്ചത്. എന്നാൽ അത് ഇന്ന് ജിഫിരി തങ്ങളാണ് നടത്തുന്നത്. ഈ കുറച്ചു മുമ്പ് ഈ അണികൾക്ക്, പ്രവർത്തകരോട് നിങ്ങൾ അനാവശ്യ വാക്കുകൾ വിളിക്കരുതേ എന്നോ, അതല്ലെങ്കിൽ തമ്മാടിത്തരം നിങ്ങൾ മറ്റു സംഘടനക്കാരെ പറയരുതേ എന്നോ ഇതുവരെ നേതൃത്വം പറഞ്ഞു കൊടുത്തിട്ടില്ല. ഞാൻ പറയട്ടെ, ഞാൻ ഈ യൂട്യൂബിൽ പല തവണകളായിട്ട് പല വീഡിയോസുകളും ഞാൻ പോസ്റ്റ് ചെയ്ത് പലതും ഞാൻ പറയാറുണ്ട്. പറയുന്നതിനൊക്കെ നിങ്ങൾ ആരും നോക്കൂ, ഞാൻ ഈ പറയുന്ന ഇവിടുന്ന വീഡിയോസുകൾക്ക് കമന്റുകൾ, അനാവശ്യമായ കമന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ആ ഗൂഗിളിൽ പോയിട്ട് അദ്ദേഹത്തൊന്ന് സെർച്ച് ചെയ്ത് അദ്ദേഹത്തിന്റെ ആ നമ്പർ എടുത്തൊന്ന് വിളിച്ചു നോക്കൂ. അദ്ദേഹം ഒന്നിരിക്കൽ ആ സമസ്തക്കാരനായിരിക്കും, അതല്ലെങ്കിൽ ലീഗുകാരനായിരിക്കും. മറ്റൊരാളും അനാവശ്യ വാക്കുകൾ പറയില്ല, അതബില്ലാതെ സംസാരിക്കൂല. ഞാൻ ഈ പറയുന്നതിൽ അതബ് കേട് സംസാരിച്ചാലും അതബില്ലാതെ റിട്ടൻ ഒരു കമന്റ് പോലും കാന്തപുരം വിഭാഗത്തിന്റെ പെട്ടവരോ അതല്ലെങ്കിൽ നിഷ്പക്ഷവാദികളായി നിൽക്കുന്നവരോ എഴുതുകയില്ല. അവർക്ക് ആരായാലും ശരി, ഏത് കൊമ്പനാണെങ്കിലും ശരി, ലീഗല്ലെങ്കിൽ എല്ലാം തമ്മാടിത്തരമാണ്, ലീഗല്ലെങ്കിൽ എല്ലാവരും മോശക്കാരാണ്. ഈ ചിന്താഗതി നാം മാറ്റിയെടുക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സംസ്ഥാന നേതാക്കന്മാര് ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ അടി വന്നത് മുഴുവനും നിങ്ങളുടെ അണികളോട് ചെയ്യുന്ന തമ്മാടിത്തരങ്ങൾ അത് ചെയ്യാൻ പാടില്ല എന്ന് ഇതുവരെ ഒരൊറ്റ സ്ഥലത്തും നിങ്ങൾ പറയാത്തത് കൊണ്ട് തന്നെയാണ്. ആ പറയാത്ത കാലത്തോളം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ അണികളിൽ നിന്ന് തന്നെ തല്ല് കിട്ടും. ഇനി കണ്ടോളൂ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ നല്ലവരായ പ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി ചിലപ്പോൾ 3-ാം തീയതി 4-ാം തീയതിയൊക്കെ ഇലക്ഷൻ വിജയം പരാജയമൊക്കെ അറിഞ്ഞാൽ പല പണ്ഡിതന്മാരെയും ചിലപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള സയ്യിദുൽ ഉലമ ജിഫിരി തങ്ങളെ, അതുപോലെ തന്നെ ഉമർ ഫൈസി മുക്കം ഉസ്താദ് അവറുകളെ, അതുപോലത്തെ പണ്ഡിതന്മാരെ ചിലപ്പോൾ തെറികൾ പറയാൻ സാധ്യതകളുണ്ട്. വിളിക്കുമ്പോൾ എന്റെ നല്ലവരായ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് പറയാനുള്ളത്, ഒരിക്കലും ആ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ആ മുദ്രാവാക്യം ഏറ്റുവിളിക്കരുത് കേട്ടോ. പണ്ഡിതന്മാരാണ്, അവരുടെ വിഷം നമ്മളുടെ ശരീരത്തിലേക്ക് നാം കുത്തിവെച്ചാൽ
ഇതുപോലെ ഇരിക്കും, ഇതുപോലെ ഇരിക്കും. നിങ്ങളൊന്ന് നോക്കൂ, എന്തെല്ലാം സംഭവങ്ങളാ കാണാനിരിക്കുന്നത്. ഇതൊക്കെ സംഭവിച്ച് ഒരു CPM-കാരന് പണി ചെയ്തിട്ടില്ല. ഇവിടെ അവരിങ്ങനെ CPM-കാർ ചെയ്തു എന്ന് പറയുക എന്നല്ലാതെ ഒരു CPM-കാർ ചെയ്തിട്ടുണ്ടോ? നേതൃത്വത്തിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടോ? നേതൃത്വത്തിനോട് അനാവശ്യ വാക്കുകൾ സംസാരിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ടോ? അതല്ലെങ്കിൽ BJP ഉണ്ടായിട്ടുണ്ടോ? സമുദായ പാർട്ടി എന്ന് പറഞ്ഞ ഈ പാർട്ടി അല്ലാതെ വേറൊരു പാർട്ടിയിൽ നിന്നും അത് വന്നിട്ടില്ല. അതെന്തുകൊണ്ട് ഈ കുരുത്തക്കേട് എന്ന് പറഞ്ഞാല് അത് അല്ലല്ല പാപ്പാരെ എന്ന് പറഞ്ഞ തലമക്കൾ കുറിച്ചു വെച്ച് തരുന്നതല്ല. ഇത് പണ്ഡിതന്മാരെ പരിഹസിച്ചാൽ, സാധാരണങ്ങളെ പരിഹസിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ തീർക്കുന്നതാണ് എന്ന് സാന്ദർഭികമായി കൊണ്ട് എന്റെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ മനസ്സിലാക്കണം. ഇത് തന്നെയാണ് നടക്കുന്നത്, അനാവശ്യമല്ല. ഇപ്പോൾ അടുത്തെന്റെ ഒരു പ്രിയ സുഹൃത്ത് എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞ മാ ബൈന സുറത്തി വറുക്ബ, മുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിലുള്ള അനാവശ്യങ്ങൾ. എന്റെ പ്രിയ സുഹൃത്തി എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം ലീഗിന്റെ എന്റെ ഒരു പ്രിയ സുഹൃത്ത് വിദേശത്തുണ്ട്. അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ വാക്കുകൾ ഇതൊക്കെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്താൽ അത് കുറച്ച് വിഷമമായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ ചെയ്യാത്തത്. അത്രമാത്രം പറഞ്ഞിട്ടുണ്ട്. ആരെ സംബന്ധിച്ച്? മറ്റേ ഉമർ ഫൈസി മുക്കത്തിനെയും ജിഫിരി തങ്ങളെയും സുപ്രഭാതത്തിനെയും ഒക്കെ. എന്തേ കാരണം? സുപ്രഭാതത്തിൽ പിണറായി വിജയന്റെ ഫോട്ടോ കൊടുത്തു, പരസ്യം കൊടുത്തു എന്നുള്ളതാണ്. പത്രത്തിൽ പരസ്യം കൊടുക്കണ്ടേ? പത്രം ഒരു വിഭാഗത്തിൻ്റെത് മാത്രമാണ് എന്ന് വിചാരിച്ചിട്ട് അതിൽ വേറെ ഒന്നും പരസ്യം കൊടുക്കണ്ട. പരസ്യങ്ങൾ കൊടുത്തു, അതിന് കാശ് കിട്ടി എങ്കിലല്ലേ അതിന്റെ മറ്റൊരു എഡിഷന് തുടങ്ങാനും ഒക്കെ പറ്റുകയുള്ളൂ. അത് ചിന്തിക്കാനുള്ള കഴിവ് പോലും ഇല്ലാതെ പോകാൻ പാടുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ? അപ്പൊ ആയതുകൊണ്ട് എന്നിട്ട് സുപ്രഭാതത്തിനെയും ഉമർ ഫൈസിയെയും ജിഫിരി തങ്ങളെയും സമസ്തയെയും ഒന്നടങ്കം ആക്ഷേപിച്ച് ഫുള്ള് എന്താ പറയാ, അങ്ങനത്തോരാണ് അവര് എന്ന് പറഞ്ഞു. എന്തേ കാരണം? ചെറിയ ആരോ ഒരു സമസ്തയുടെ ഒരു വിഷയം ഉണ്ടാക്കി കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് ആ ഒറ്റ കാരണത്താൽ. അതാണ് അവരുടെ ഈമാൻ, അതാണ് ലീഗിന്റെ ഈമാൻ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് വളരെയധികം ജാഗ്രത പാലിക്കണം. മുസ്ലിം ലീഗിൽ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ വളരെയധികം ജാഗ്രത പാലിക്കണം. അവർ അനാവശ്യം വിളിച്ചു തരും, അനാവശ്യങ്ങൾ ഏറ്റുവിളിക്കരുത്. നിങ്ങൾ ലീഗിൽ നിന്നോ, അതിനൊന്നും കുഴപ്പമില്ല. ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലും നിങ്ങൾ നിന്നോ. പക്ഷേ വിളിച്ചു തരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വേദന തോന്നുകയാണ്. മലപ്പുറത്ത് ഖലീൽ ബുഖാരി തങ്ങളൊക്കെ ആ പ്രകടനത്തിൽ വിളിക്കുമ്പോ അറിയാതെ കരഞ്ഞുപോയി കേട്ടിട്ട് കാന്തപുരം ഉസ്താദ് അവരുകളെ, അതുപോലെ തന്നെ പേരോട് ഉസ്താദിനെ, പൊന്മള ഉസ്താദിനെ നാക്കാരി എന്നൊക്കെ വിളിച്ചു കൊടുക്കുന്നത് ഇത്ര പോന്ന പീറ കുട്ടികള്, ലീഗിന്റെ പീറ കുട്ടികളാ വിളിക്കുന്നത്. വിളിച്ചു കൊടുക്കുന്നത് ഈ പീറ കുട്ടികൾ വിളിച്ചു കൊടുക്കുക. ആ ഏറ്റുവിളിക്കുന്നതിൽ അമുസ്ലിമീങ്ങളായ ആളുകൾ വരെ ഉണ്ടാകും. അവർക്ക് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം, അവർക്ക് വിളിക്കാനുള്ള ഒരു പണ്ഡിതന്മാരെ, നമ്മളുടെ മതപണ്ഡിതന്മാരെ വിളിക്കാൻ വരെ സൗകര്യം ചെയ്തു കൊടുത്ത പാർട്ടി അത് ഇന്ന് കേരളത്തിൽ നിന്നല്ല ലോകത്തുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗ് മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആയതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലീഗിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്കൊരടച്ചിലുമില്ല. ആർക്കും ഏത് പാർട്ടിയിലും നിൽക്കാം. പക്ഷേ പണ്ഡിതന്മാർക്ക് നേരെ വിരലൂ ചൂണ്ടുകയും പണ്ഡിതന്മാർക്ക് നേരെ അനാവശ്യങ്ങൾ വിളിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് അവര് എന്ന് നാം മനസ്സിലാക്കണം. ആയതുകൊണ്ട് നേതൃത്വത്തിനോട് പറയണം, നേതൃത്വം അത് അവരെ അടക്കി നിർത്തണം. നിർത്താത്തോളം കാലം നിങ്ങൾ എവിടെ വെച്ചുകൊണ്ട് യോഗം നടന്നാലും ആ യോഗത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചടി ലഭിക്കും. കണ്ടില്ലേ ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ മകൻ മുഈൻ അലി ശിഹാബ് തങ്ങളെ ലീഗുകാരനായ ആള് വിളിച്ചതെന്താ? അടിയിലെ മുടിന്റെ പേരാ വിളിച്ചത്. എന്തേ? പരസ്യമായിട്ടാ വിളിക്കുന്നത്, നേതൃത്വത്തിനെ വിളിക്കുന്നത്, സയ്യിദിനെ വിളിക്കുന്നത്. എന്തേ കാരണം? അത് അവര് വിളിക്കും, അവര് ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്യും. ജിഫിരി തങ്ങളുടെ പേരിൽ വധഭീഷണി കാന്തപുരം വിഭാഗമാണോ? CPM ആണോ? കോൺഗ്രസ് ആണോ? RSS ആണോ? അല്ല, സമുദായ പാർട്ടിയിൽ നിന്ന് തന്നെയാണ്.
അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ നിർത്തി നിങ്ങൾ നല്ലൊരു രൂപത്തിൽ പോയാൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് ഈ സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിക്കുകയാണ്. നിങ്ങളെ നേതൃത്വമായ നേതൃത്വം അണികളോട് പറഞ്ഞു കൊടുക്കണം. പാടില്ല മക്കളെ, പാടില്ല. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട ലീഗുകാരെ, നിങ്ങൾ ഇനി ജയിച്ചതറിഞ്ഞാൽ ഈ അനാവശ്യ വാക്കുകൾ വിളിക്കാതെ നല്ല രൂപത്തിൽ പണ്ഡിതന്മാരങ്ങോട്ട് വിട്ടേക്ക്, അവര് പോട്ടെ, സയ്യിദന്മാരാണ് വിട്ടേക്ക്, അവര് പോട്ടെ, എന്നിട്ട് മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കി വിളിക്ക്. ഒരു പ്രാവശ്യം ഒരു റോഡ് സൈഡിൽ ഇങ്ങനെ നിന്നപ്പോ കന്ത ഉരത്തിൻ കെട്ടും കെട്ടി എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം ലീഗിൻ്റെത് വരികയാണ്. ഇങ്ങനെ പലതായിട്ടും പല അനാവശ്യങ്ങളായിട്ട് പലയിടത്തുനിന്ന് വിളി കേട്ടിട്ടുണ്ട്, കേൾക്കേണ്ടി വന്നിട്ടുമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ജീവിക്കുമ്പോ ഇസ്സത്തോടുകൂടെ ജീവിച്ച് മരിക്കുമ്പോ ഈമാനോടുകൂടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ പെടുത്തി തരുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.